കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യാധിക മക്കൾക്ക് വേഗം പ്രതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടൊരു പഠനം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കാമെന്ന് ചിന്തിക്കുകയാണ്. അത് അധികമെങ്ങും കേട്ടിട്ടില്ലാത്തൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാനിന്ന് നാളത്തേക്കുള്ളൊരു മെസ്സേജ് പ്രാർത്ഥിച്ച് ദൈവം ഹൃദയത്തിൽ ഒരു മെസ്സേജ് പ്രാർത്ഥിച്ചൊരുങ്ങിയ സമയത്ത് ഈ ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരാനിടയായിത്തീർന്നു. ഞാനതങ്ങ് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നു. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചു. താൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നും അതിൻ്റെ ഉദ്ദേശശുദ്ധി, താനെ മരിച്ചടക്കപ്പെടുമെന്നും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നും ഉയർത്തെഴുന്നേറ്റ് കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമ്പോൾ നിങ്ങൾ സർവ്വലോകത്തും പോയി സാക്ഷികളാകണമെന്നുള്ളത്, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം, ആദ്യം ശമരിയിൽ പോരുന്നു, രക്ഷ സാർവത്രികമാകയാൽ ശമരിയയിലും എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷികളാണ്. കർത്താവ് പറഞ്ഞതുപോലെ ശിഷ്യന്മാരൊക്കെ ചെയ്തു. ഇന്ന് കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ശിഷ്യന്മാർ ഭൂമിയിൽ കുറവാണ്. ഞാനത് അങ്ങനെ അങ്ങ് പറയുക. നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധനായ കർത്താവിൻ്റെ ദാസൻ പറയും, ഒരു വാക്യം വായിച്ചിട്ട് വല്ലതൊക്കെ പറയുക, വായി തോന്നുന്ന പോലെ പറയുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഉപദേശം എന്നുള്ളത് സഭയെ പഠിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ലാത്തൊരു കാലഘട്ടമായി മാറി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൊത്ത ഉപദേശവും കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതാണെന്നും അതാണ് സഭയുടെ പ്രമാണമെന്നും അപ്പോസ്തല ഉപദേശമാണ് ദൈവസഭയുടെ പ്രമാണമെന്നും ഗ്രഹിക്കാൻ കഴിയാത്തൊരു വലിയ സമൂഹം നമ്മുടെ ആത്മീയ ഗോളത്തിൽ കിടപ്പുണ്ട്. അവരിനി എന്നാണാവോ അത് മനസ്സിലാക്കുന്നതെന്ന് ശരിക്കറിയില്ല. കർത്താവിൻ്റെ വരവിന് മുൻപ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ ഉപദേശം സഭയെ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തണം. ഏത് മനുഷ്യനെയും ക്രിസ്തു തികഞ്ഞവനാക്കി നിർത്തണം. ആ ഉപദേശങ്ങൾ സഭയെ പഠിപ്പിക്കാതെ മറ്റെന്ത് പഠിപ്പിച്ചാലും സഭയ്ക്ക് ഒരു ഗുണവുമില്ല. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും പൊട്ടില്ല, ആത്മീയമായി ആയാൽ ഓക്കെ. പക്ഷെ ദൈവം അവരോട് പറയും, നീ കുരുടൻ, നഗ്നൻ, ദരിദ്രൻ, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി തീർന്നില്ല. ഈ ആത്മീക ദാരിദ്ര്യത്തിൽ നിന്നും ആത്മീക കുരുടിൻ്റെ അവസ്ഥയിൽ നിന്നും ആത്മീക നഗ്നതയുടെ അവസ്ഥയിൽ നിന്നും സഭ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. അതിന് ഈ ഉപദേശം പ്രസംഗിച്ച് ആ ഉപദേശം വിശ്വസിച്ച് മുമ്പോട്ട് വരുന്നവർക്ക് മാത്രമേ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പഠിപ്പിക്കണമെന്ന് ശക്തമായി പറയുന്നത്. കർത്താവിൽ വിശ്രമിക്കുന്ന പ്രിയ ബാലൻ സാറിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തറപ്പിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ 100 ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ അത് വല്ലാതെ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു ആ പ്രസ്താവന. എന്തുകൊണ്ട്, വൈ? ക്രിസ്ത്യാനികളുടെ ഇടയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉപദേശങ്ങൾ ഇങ്ങനെ പെരുകി വരുന്നു.
അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഈ സ്തോത്രം വളരെ ചിന്തനീയമാണ്. ദൈവസഭയുടെ ഉപദേശം അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചതാണ്. ആ ഉപദേശം അതുപോലെ ഒരു വള്ളി പോലും വിടാതെ സഭയെ പഠിപ്പിച്ചാൽ, എല്ലാവരും പഠിപ്പിച്ചാൽ വിശ്വാസികളെല്ലാം എല്ലാവരും ആത്മീയരാകും. ഇതിപ്പോൾ ഉപദേശം ഏതെന്നോ ഉപദേശമല്ലാത്തത് ഏതെന്നോ പത്യോപദേശം ഏതെന്നോ പത്യോപദേശം അല്ലാത്തത് ഏതെന്നോ കള്ളപ്രവാചകന്മാരാരാണെന്നോ പ്രവാചകന്മാരാരാണെന്നോ ഉപദേഷ്ടകന്മാരാണെന്നോ ശുശ്രൂഷകന്മാരാരാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത പോലെയായി. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെട്ടു. സഹോദരങ്ങളെ, ഇത് അപകടമാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. എങ്ങനെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചല്ല. എങ്ങനെ കണ്ടെന്ന് എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 36, 37, 38 വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന യാഥാർത്ഥ്യം ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. നിങ്ങൾ കേട്ടു എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പിന്നെ അങ്ങോട്ടും ഈ ശാസ്ത്രിമാരും പരീശന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു വന്ന് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് തുടങ്ങി അവസാനം കുരുടന്മാരായ വഴികാട്ടികളെ, സർപ്പസന്ധികളെ, പാമ്പും കുഞ്ഞുങ്ങളെ എന്ന് വരെ വിളിക്കുന്നുണ്ട്. ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ കാര്യങ്ങൾ എവിടം വരെ എത്തി? ന്യായപ്രമാണം പഠിപ്പിച്ച് എടുക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും അവർ മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് വേറെ വല്ലതൊക്കെ. അതുപോലൊരു കാലഘട്ടത്തിലേക്കായിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആത്മീയഗോളവും. നിങ്ങൾ ഭൂലോകത്തേക്കും ഈ സുവിശേഷം പ്രസംഗിപ്പിൻ, രക്ഷിക്കപ്പെടുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞ വചനത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് മോശയുടെ പ്രമാണവും പഠിപ്പിച്ച് സങ്കീർത്തനവും പാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതെവിടെ ചെന്ന് അവസാനിക്കും? സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 23-ൽ കർത്താവ് പറഞ്ഞ കപടഭക്തിക്കാരും ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. സ്തോത്രം. നിങ്ങൾ കടലും കരയും കടന്ന് എന്ത് ചെയ്യുന്നു? ഒരുത്തരെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച് നരകത്തിന് യോഗ്യരാകുന്നു. ഇവിടെ തന്നെ ഉണ്ടത്. ഞാൻ 14-ാം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഞാൻ വിമർശനത്തിന് വിധേയനാവും എന്നെനിക്ക് നന്നായിട്ടറിയാം. സത്യമായിട്ട് ഞാൻ പറയുന്നു. ഈ മത്തായിയുടെ സുവിശേഷം 23-ന്റെ 13 മുതൽ 15 വരെയുള്ള അവസ്ഥയാണോ ഇന്നത്തെ ആത്മീയ ഓളത്തിൽ നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ദൈവവചനം പഠിപ്പിക്കുന്നില്ല,
സഭയ്ക്ക് ഉപദേശം പഠിപ്പിക്കുന്നില്ല. ദൈവങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. ഭോലെ ബാബ, ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന ഒരു വ്യക്തിക്ക് ഒരു വെളിവുകേടുണ്ടായി. ഒരു സന്ദർഭത്തിൽ നമ്മുടെ പലർക്കും ഉണ്ടാകുന്ന പോലെ ഈ വെളിവുകേട് നിമിത്തം എന്ത് ചെയ്തു? പോലീസ് ജോലി രാജിവെച്ച് താനൊരാൾ ദൈവമായി മാറി. 2.5 കോടി ജനം, 2.5-3 കോടി ജനം തനിക്ക് അനുയായികളായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ അപകടം നടന്ന സമയത്ത് 2.25-2.5 ലക്ഷം വരെ ആ സ്ഥലത്ത് തടിച്ചുകൂടി തൻ്റെ കാലിനടിയിൽ കിടക്കുന്ന മണ്ണെടുക്കാൻ, തന്നെ ഒന്ന് തൊടാൻ, തന്നെ ഒന്ന് ചുംബിക്കാൻ ജനം കാണിച്ച തിക്കും തിരക്കുമാണ് 122 ജീവൻ പൊലിഞ്ഞു പോകാനിടയായി. ആശുപത്രിയിലായി. മോദിജിയുടെ പ്രധാന നാടാണ് ഗുജറാത്ത്. നമുക്കറിയാം, ഞാൻ പറയാതെ. യോഗി ആദിത്യനാഥ് യോഗി പുള്ളിയുടെ സംസ്ഥാനമാണ്. സംഭവം നടന്ന ഉടനെ പുള്ളി അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു. എന്ത് പ്രയോജനം? കോവിഡ് സമയത്ത് 50 പേർക്ക് മാത്രം കൂടി വരാനുള്ള നിയമമിരിക്കെ 50,000 പേർ കൂടി വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടു എന്നാണ് ഇവിടെ ഞാൻ വായിച്ച് പറഞ്ഞു കേട്ടത്. അവർക്ക് നിയമങ്ങളൊന്നുമില്ലേ? നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ആത്മീയ ഗോളവും ആയി തീർന്നോ എന്ന് ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ചിന്തിക്കുക, ദൈവങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. നഗ്നരായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ കൈ തലയിൽ വെച്ചാൽ പ്രാർത്ഥിക്കും, ഇത് കാലെടുത്ത് തലയിൽ വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ പോഷത്വങ്ങളും, എന്തൊക്കെ അവിവേകങ്ങളും, എന്തൊക്കെ വൃത്തിഹീനമായ അവസ്ഥകളാണ് നമ്മുടെ മഹാഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹീനമായ പ്രവൃത്തികൾ. ആരെങ്കിലും സുവിശേഷം പ്രസംഗിച്ച് ഒരുത്തനെ രക്ഷയിലേക്ക് നടത്താൻ ശ്രമിച്ചാൽ അവിടെ ബഹളം ഉണ്ടാക്കുക, അടിയുണ്ടാക്കുക, അവരെ തല്ലി ഓടിക്കും. ഇവിടെ അദ്ദേഹം ബാബ ഇപ്പോൾ ഒളിവില്ല, ബാബ രക്ഷപ്പെട്ടിരിക്കുക. ബാബ അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചാൽ തന്നെ അതൊക്കെ പിൻവാതിലൂടെ ബാബ ഇറങ്ങിപ്പോവുകയും ചെയ്യും. കാരണം അതുപോലുള്ള രാഷ്ട്രീയ അന്തരീക്ഷങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാനത് പെട്ടെന്ന് വന്നുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വന്ന് കുറുവാക്കി. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കർത്താവ് കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചത് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ പറയുന്ന ഈ വാക്യം, ഇനിയും വളരെ പറവാനുണ്ട്, ഒത്തിരി നിങ്ങളോട് പറവാനുണ്ട്. അപ്പോൾ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഒത്തിരി പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. കാരണം കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുക. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാത്ത കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ പറയാതെ വിട്ടത് ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഞാനത് വാക്യത്തിലൂടെ പറയാം. ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 14:26, 25, 26 വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. പറയാതെ വിട്ടത് ആത്മാവ് വന്ന് പഠിപ്പിക്കും. അടുത്ത പറഞ്ഞത് നിങ്ങൾ മറന്നുപോയി, ആത്മാവ് വന്നു കഴിയുമ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഈ 2 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 3.5 വർഷം കൊണ്ട് കർത്താവ് മുഴുവനും പറഞ്ഞു പഠിപ്പിച്ചില്ല. ബാക്കി ഒത്തിരി പഠിപ്പിക്കാനുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആത്മാവ് അവരെ പഠിപ്പിച്ചു. അപ്പൊ കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു അപ്പോസ്തലിക പ്രമാണം, അപ്പോസ്തലിക ഉപദേശം.
ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തികൊത്ത ഉപദേശം എന്നീ നിലയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു പോയില്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. കർത്താവ് വന്ന് പഠിപ്പിച്ചത് 3.5 വർഷം. എന്നിട്ട് കർത്താവ് ഒത്തിരി നിങ്ങൾ പറയാനുണ്ട്, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അത് പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന അന്ന് മുതൽ സഭയെ എന്ത് ചെയ്തു? അല്ല, അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്ലസ് ആത്മാവ് പഠിപ്പിച്ചതും ചേർത്താണ് അപ്പോസ്തല ഉപദേശം ലേഖനങ്ങളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4 സുവിശേഷങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചു. സുവിശേഷ സത്യങ്ങൾ കർത്താവ് നേരിട്ട് അവരെ പഠിപ്പിച്ചു. അതിനുശേഷം ആത്മാവ് പഠിപ്പിച്ചതും കൂടി ചേർത്താണ് റോമാ ലേഖനം മുതൽ, അല്ലെങ്കിൽ പ്രവൃത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം മുതൽ യൂദയുടെ ലേഖനം വരെ വ്യാപിച്ച് കിടക്കുന്ന പുതിയ നിയമസഭയുടെ പ്രമാണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 10:28-16 മുതൽ 20 വരെയും, 2 കൊരിന്ത്യർ 5:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിച്ചു പഠിച്ചാൽ അവർ പഠിപ്പിക്കുന്ന ഉപദേശം സഭയെ പഠിപ്പിക്കണം. അതാ സഭ രക്ഷപ്പെടാതെ കിടക്കുന്നത്. സഭ ICU കിടക്കുന്നതിൻ്റെ കാര്യമല്ല. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ പറഞ്ഞു, സഭയെ പിശാച് വിഴുങ്ങിയിട്ടിരിക്കുക. ഞാനത് കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പക്ക കറക്റ്റാ പുള്ളി പറഞ്ഞത്. സഭകളെ പിശാച് വിഴുങ്ങിയിട്ടിരിക്കും. സുവിശേഷത്തിന് വേണ്ടി ശക്തമായി മുമ്പോട്ട് ഇറങ്ങിയ പല പ്രിയപ്പെട്ടവർക്കും ധനം കൊടുത്തും കസേര കൊടുത്തും പിശാച് അവരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ ഒറ്റപ്പെടട്ടെ. ഞാൻ പറയുന്നത് സത്യമല്ലേ? ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ചതും പ്ലസ് ആത്മാവ് പഠിപ്പിച്ചതും കൂടി ചേർത്ത് സഭയെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞത്. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശം മുഴുവൻ കർത്താവ് അവരെ പഠിപ്പിച്ചതാ. ആത്മാവ് വന്നതിന് ശേഷം അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. ഇവിടെ സംഭവിച്ചേക്കുന്ന ഈ ഉപദേശം ഇതേ നിലയിൽ സഭയെ പഠിപ്പിച്ചില്ലെങ്കിൽ, റോമാ സഭയെ പഠിപ്പിച്ച പോലെ, കൊരിന്ത്യ സഭയെ പഠിപ്പിച്ച പോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ച പോലെ, എഫേസ്യ സഭയെ പഠിപ്പിച്ച പോലെ, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ച പോലെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ച പോലെ, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചതുപോലെ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് സഭയ്ക്ക് കിട്ടുന്നില്ലെങ്കിൽ സഭ തീർന്നു. കോടതിയിൽ നിന്നും ഇറങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പകയും വിദ്വേഷ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടോ? കേസ് കൊടുത്തിട്ട് പോയിരിക്കുക. എന്നെ പലരും വഞ്ചിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. ഒത്തിരി നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ ഉപദ്രവം ഉണ്ടാവും. അങ്ങനെ പറയുന്നല്ലോ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളെ വേണ്ടി കാൽച്ചുവട് പിന്തുണ മാതൃക വെച്ചു. കഷ്ടത നമ്മുടെ അവകാശമാണ്, കഷ്ടത വരദാനമാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രമാണം, ഈ വ്യവസ്ഥ, നമ്മളത് ആത്മാവിൽ പ്രസംഗിച്ച് ജനത്തെ നടത്തുകയും ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ അക്കരെ ചെല്ലാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതവിടുത്തെ കുഴപ്പം. അതാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇനിയും വളരെ പറവാനുണ്ട്. നിങ്ങൾ വായിപ്പാൻ കഴിയില്ല. സത്യത്തിന് ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ വായിച്ചു, ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഇതുവരെ സംസാരിച്ചിരിക്കുന്നു. എന്നാൽ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. മറന്നുപോയതൊക്കെ ഓർമ്മപ്പെടുത്തും. പഠിപ്പിക്കാതെ വിട്ടത് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂലംകുഷമായി പഠിച്ചു കഴിയുമ്പോൾ ദൈവസഭയുടെ ഉപദേശം നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പണ്ടാരണം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സഭയിൽ.
സ്തോത്രം. ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ഒരു പദപ്രയോഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് അവിടെ എഴുതി വച്ചിരിക്കുന്ന ആ വാക്യം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ട, ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇത് പല പ്രാവശ്യം ഞാൻ പറയുന്ന വിഷയങ്ങളാണ്. അപ്പം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ളവർ ആർക്കും കാണാനും കേൾക്കാനും കഴിയത്തില്ലെന്ന് തന്നെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. എന്നാൽ ഇത് കൾട്ട് ഉപദേശിമാർ പ്രസംഗിക്കുന്നത് എന്താ? ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കാറ്, വീട്, ലോറി, പ്ലെയിന്, ഭൗതിക അനുഗ്രഹങ്ങൾ, കൊട്ടപ്പടി സ്ഥലങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനുള്ള അവസരം, ഇതൊക്കെയല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഒരാഴത്തിലുള്ള വെളിപ്പാട് ആത്മാവിൽ അപ്പോസ്തലന്മാർക്ക് ലഭിക്കാനിടയായി. അത് നമ്മൾ തരംതിരിച്ച് പഠിക്കേണ്ട വിഷയമാണ്. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് ആത്മാവ് വന്നതിന് ശേഷമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. പുതിയ യെരൂശലേമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ അവർ ആധികാരികമായി പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, രൂപാന്തര ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ, ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ചേർത്തുകൊള്ളും. ഇങ്ങനെ ആദിയായ ഘനമായ കാര്യങ്ങളിൽ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചു. ആത്മാവ് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിലുള്ളതൊക്കെ ആത്മാവ് ആരാഞ്ഞ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പുതിയ ആശയത്തെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം, രൂപാന്തര ശരീരത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം, അത് പുതിയ നിയമത്തിലാണ് നമുക്ക് തരുന്നത്. അത് ആത്മാവ് വന്നതിന് ശേഷം കർത്താവ് പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല, ആത്മാവ് വരുമ്പോൾ വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഘനമായ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകാതിരിക്കരുത്. പ്രസംഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ വളരെ കുറച്ച് മാത്രമേ പലരും പറയുന്നു. ഞാൻ അങ്ങോട്ട് തെളിച്ച് പറയുക, കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് വന്നപ്പോൾ പഠിപ്പിച്ചതും കൂടി ചേർത്താണ് അപ്പോസ്തലിക ഉപദേശം. എന്നാലേ ഉപദേശം പൂർണ്ണമാകത്തുള്ളൂ. കർത്താവ് കൂടെ നടന്നപ്പോൾ പഠിപ്പിച്ചതൊക്കെ സഭയെ പഠിപ്പിച്ചു അവർ. എന്നാൽ ഘനമായ വിഷയങ്ങൾ ആത്മാവ് വന്നപ്പോൾ ആത്മാവരെ പഠിപ്പിച്ചു, അവരത് സഭയെ പഠിപ്പിച്ചു. ഇന്നത്തെ പല മഹാന്മാർക്കും അതിൻ്റെ വെളിപ്പാട് കിട്ടാതെ കിടന്ന് തടി തപ്പുക, ഇരുട്ടി തപ്പുക എന്ന് പറയാം, അതായിരിക്കും എൻ്റെ കറക്റ്റ്. ഇരുട്ടത്ത് കിടന്ന് തപ്പുക. വ്യക്തമായി കൃത്യമായി കർത്താവ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നമ്മൾ ഗ്രഹിക്കാതെ പുകമറകൾ മാത്രം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. നിത്യതയെക്കുറിച്ചുള്ള ഉപദേശം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപദേശം അപ്പോസ്തലന്മാരെയാണ് പഠിപ്പിക്കാൻ കർത്താവ് ഏൽപ്പിച്ചത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. മത്തായി 28:20 ആരും ഗണ്യമാക്കാതെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് അപകടമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ മോശയുടെ ശിഷ്യന്മാരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ബാക്കി കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കും. ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. ഗോ, ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക. മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഉണ്ടാക്കാന്ന് എൻ്റെ അർത്ഥം. ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി സഭ. നല്ലൊരു കൂട്ടം ഭൗതികത്തിൻ്റെ പുറകെ പോവുക, റിയൽ എസ്റ്റേറ്റിന് പുറകെ പോവുക. ഇന്ന് ഞാനൊരു സഹോദരമായിട്ട് സംസാരിച്ചപ്പോൾ, ആളും പേരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ബഹുമാനപ്പെട്ട പാസ്റ്ററുടെ മോനാണ്. ആ പാസ്റ്റർ എനിക്കറിയാമായിരുന്നു. ഈ മോൻ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, അതിനുശേഷം പാട്ടൊക്കെ പാടി. ഇയാൾ പാട്ടുകാരനാണ്, പ്രൈസ് ആൻഡ് വേർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളാണ്. ഇയാളുടെ റേറ്റ് കേട്ടിട്ട് ഞാൻ തല ഇറങ്ങി തറയും വീണില്ലെന്നേ ഉള്ളൂ. ഒരു പ്രോഗ്രാമിന് വിളിച്ച 1 ലക്ഷം രൂപ കൊടുക്കണം.
അപ്പം കഞ്ഞിക്ക് വകയില്ലാത്തവനായിരുന്നു. കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോയി. നല്ലൊരു സുവിശേഷകനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മറ്റുള്ളവർക്കൊരു ഗുണപാഠമായിരിക്കട്ടെ. മക്കളെ പാട്ട് പഠിപ്പിച്ച് റേറ്റ് പറഞ്ഞ് പാടാനൊന്നും അതൊന്നും ആത്മീയതയല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. പ്രസംഗത്തിന് റേറ്റ് ഇടുക, മ്യൂസിക് ടീമിന് റേറ്റ് ഇടുക, ജാതികളെ പോലെയായി. സാംബശിവനും കടാമംഗലം സദാശിവനും കഥാപ്രസംഗം പറയുമ്പോൾ അവർ ഒരു അവരുടെ പി എ ഉണ്ട്. പി എ ചെന്ന് കണ്ടിട്ട് സാറിൻ്റെ കഥാപ്രസംഗം 50,000 രൂപയാണ് റേറ്റ്, അതിപ്പോൾ പകുതി റേറ്റ് ഇപ്പോൾ തരണം, ബാക്കി ആ പ്രോഗ്രാം ഉണ്ടെന്നാണ്. ആ നിലവാരത്തിൽ നമ്മൾ അതപ്പതിച്ചില്ലേ? പേരും നാളൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ പ്രഗത്ഭന്മാരായ, കേരളത്തെ ഇടുകിടാ പറപ്പിച്ചവരൊക്കെ റേറ്റ് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ അവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതൊന്നും അവർക്ക് വിഷയമല്ല. കാരണം ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറിയാൽ ഇതൊന്നും ഒരു വിഷയമല്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടെടുത്ത് ബഹുദുഃഖങ്ങൾക്ക് അതീതരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളത് വിട്ടോടി സത്യം, നീതി, വിശുദ്ധി, സ്നേഹം ആദിയായവ പിൻപറ്റുക എന്ന് അപ്പോസ്തലൻ പറയുന്നേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പൊ സഭയ്ക്കൊരു ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സഭയെ ഉപദേശം കൊണ്ട് നന്നാക്കണം, ഭക്തിവചനം പഠിപ്പിക്കണം, എങ്ങനെ ജീവിക്കണം, കുടുംബ ജീവിതം, സമൂഹ ജീവിതം, സഭാ ജീവിതം, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയുള്ള പോക്ക്, ഇതൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് സവിസ്താരമായി ദൈവവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. കുടുംബജീവിതം, സഭാജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അപ്പോസ്തലന്മാർ ഉപദേശം ശക്തമായി സഭയെ പഠിപ്പിക്കുന്നുണ്ട്. അതാരും പഠിപ്പിക്കുന്നില്ല. തന്നിമിത്തം സഭ ആത്മീകമായ കൊടും ദാരിദ്ര്യത്തിലേക്ക് പോകാനിടയായിത്തീർന്നു. സ്വതന്ത്രം. ലക്ഷ്യബോധമില്ലാത്ത വിശ്വാസികളെ വാർത്തുണ്ടാക്കുന്ന ഒരു സംഘമായി നമ്മുടെ സമൂഹങ്ങൾ ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. സുവിശേഷം വിറ്റ് തിന്നുന്നവർ എഴുന്നേറ്റു, സുവിശേഷം കൊണ്ട് കാശുണ്ടാക്കുന്നവർ എഴുന്നേറ്റു, സുവിശേഷം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നവർ എഴുന്നേറ്റു. സുവിശേഷം പ്രസംഗിച്ച് അവസാനം 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടാക്കി അതിൻ്റെ തലപ്പത്ത് കയറിയിരിക്കുക. കാശിഷ്ടം പോലെ വരുമാനമായി. സുവിശേഷം പറഞ്ഞ് മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങുന്നത് ഒരു ഉപദേശമായി എന്നെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. സുവിശേഷം പറയുന്നവർ പ്രായമായി വരുമ്പോൾ, ക്ഷീണമൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും? അവര് ആ അവസ്ഥയിൽ ദുർബലനായി മരണത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോ 10 തലമുടി നരച്ചത് പോലും ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നരച്ചെന്നവർ സമ്മതിക്കത്തില്ല. ഒരു മുടി വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്നത്തെ പ്രിയപ്പെട്ടവർ പറയുന്നത് കർത്താവിനത് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് വെളുപ്പിക്കാനും കറുപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയും. മനസ്സിലായോ? അപ്പൊ എവിടെ പോയി? നമ്മൾ അധപ്പതിച്ചു പോയി, നമ്മൾ ജീർണിച്ചു പോയി, നമ്മുടെ സമൂഹം ജീർണിച്ചു പോയി. സഭയെ ഉപദേശം കൊണ്ട് പരിപോഷിപ്പിക്കേണ്ട ശുശ്രൂഷ വൃന്ദങ്ങൾ ആത്മീകമായി ജീർണിച്ചു കിടക്കുകയാണ്. സത്യവചനം പഥ്യവചനം അവർ ഉപദേശിക്കുന്നില്ല, അതനുസരിക്കുന്നില്ല. ഞാൻ നമ്മോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിൻ എന്നുള്ള വചനം അവർ അനുസരിക്കുന്നില്ല. കർത്താവ് പഠിപ്പിച്ചത് എനിക്കിനോട് ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല, ആത്മാവ് വരുമ്പോൾ പഠിപ്പിക്കും എന്നുള്ള ഭാഗങ്ങൾ, പുതിയ നിയമത്തിലെ ലേഖന ഭാഗങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ച് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, നിത്യമായ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, ഞാനിവിടെ നിർത്തുക. ബാക്കി ഭാഗം പിന്നീട് സംസാരിക്കാൻ താല്പര്യപ്പെടുക. എനിക്ക് പറയാനുള്ളത്, കർത്താവ് ഒന്ന് പഠിപ്പിച്ചു, അത് അപൂർണമായിരുന്നു. ഒത്തിരി നിങ്ങളോട് പറവാനുണ്ട്, അത് ആത്മാവ് വരുമ്പോൾ പഠിപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ആത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അത് പഠിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ പ്രസംഗം പാളിപ്പോകും. അത് നമുക്ക് പറ്റിയ ദുരന്തമല്ല. എനിക്ക് നിങ്ങളോട് ഒത്തിരി പറവാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല.
സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ട് നമ്മൾ ഗ്രഹിക്കണമേ എന്ന് നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അടുത്ത ക്ലിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.